സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ നടി ശാലുമേനോന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. 1 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു കോടതി തീരുമാനമെടുത്തത്. നടി ശാലുവിനെ പ്രതിയാക്കാൻ വ്യക്തമായ തെളിവുകളില്ലെന്നും പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ചട്ടപ്രകാരമുള്ളതല്ലെന്നും പ്രതിഭാഗം വാദിച്ചു. മാധ്യമ വിചാരണയുടെയും രാഷ്ട്രീയ ഗ്രൂപ്പിസത്തിന്റെയും ഇരയാണ് ശാലുമേനോൻ. എഫ്ഐആറിൽ ശാലുമേനോന്റെ പേര് ഒരിടത്തും പരാമർശിക്കുന്നില്ലെന്നും ശാലുവിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മമാണെന്ന് പറഞ്ഞ സർക്കാർ അഭിഭാഷകൻ ശാലുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാകൂവെന്നും കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി 3 ദിവസത്തേക്ക് ശാലുമേനോനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ബിജു രാധാകൃഷ്ണനെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ കത്ത് വ്യാജമായി നിർമ്മിച്ച കേസിൽ ബിജു രാധാകൃഷ്ണനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 23 വരെയാണ് റിമാൻഡ് ചെയ്തത്. ശുചീന്ദ്രം, കോട്ടയം, എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിലെത്തിച്ച് ബിജുവിനെ ചോദ്യം ചെയ്യും. കൂടാതെ ബിജുവിനെയും ശാലുവിനെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സോളാർ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചു. ഇതിനകം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം, കൊച്ചി.